ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം കൃഷി ചെയ്യുന്ന സമയത്ത് ഗ്രോ ബാഗിൽ ചീഞ്ഞ തക്കാളിയൊക്കെ കൊണ്ടിട്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് മുളച്ച് വരാത്തത് ഇപ്പോൾ മഴ പെയ്ത സമയത്ത് പല ഗ്രോ ബാഗിലായിട്ട് തക്കാളി തൈ അതുപോലെ തന്നെ വഴുതനങ്ങയുടെ തൈയൊക്കെ മുളച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ തക്കാളി ഗ്രോ ബാഗിൽ നിന്ന് പറിച്ച് ചട്ടിയിലേക്ക് പാകിയിട്ട് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യണത്. അത് മണ്ണൊക്കെ ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ചുറ്റുഭാഗത്തൊക്കെ കുമ്മായപ്പൊടി ഇടാൻ വിചാരിച്ചു. മാത്രമല്ല അതിൻ്റെ കുറച്ച് കോഴി കാഷ്ടവും എല്ലുപൊടിയും 3 കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ കോഴി കാഷ്ടമൊക്കെ നല്ല ചൂടാണെങ്കിലും ഈ സമയത്ത് ഇടുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുന്ന സമയത്താണല്ലോ, അപ്പോൾ വല്ലാതെ പ്രശ്നം വരില്ല. ഇപ്പോൾ ഇടുന്നത് കോഴി കാഷ്ടം കേട്ടോ. അത് കോഴി കാഷ്ടം പറഞ്ഞ് നല്ല പൊടിഞ്ഞിട്ടുണ്ട്. നമ്മൾ കൂട്ടിൽ നിന്ന് നേരെ എടുത്ത് കൊടുക്കണം. അപ്പോൾ നല്ല പൊടി പോലെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എല്ലുപൊടി വാങ്ങിയിട്ട് ഏകദേശം ഇവിടെ 2 കൊല്ലത്തോളമായി എല്ലുപൊടി ഇരിക്കുന്നത്. അതും കൂടി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്വല്പം എല്ലുപൊടിയും അതുപോലെ തന്നെ കുറച്ച് തോനെ തന്നെ കോഴി കാഷ്ടവും കുമ്മായപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ വല്ലാതെ അടുപ്പിച്ചിട്ടല്ല, ചട്ടിൻ്റെ കുറച്ച് വിട്ടിട്ട് നമ്മൾ ഇട്ടിട്ടുള്ളത്. പിന്നെ അത് നമ്മൾ പറഞ്ഞത് നേരത്തെ വഴുതനങ്ങ തൈയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നത് മുളകും തൈയായിട്ട് കാണുന്നത്. മുളകൊക്കെ കഴിഞ്ഞ പ്രാവശ്യം മുളകിങ്ങനെ മുളച്ച് വരുന്ന വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ മുളക് തൈ ഉഷാറായിട്ട് ഉണ്ടായിട്ടുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്, വലുതായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു ഇടയ്ക്കൊക്കെ കഞ്ഞി കുടിക്കുമ്പോൾ ചീനമുളകൊക്കെ കൂട്ടാം. അതന്നെ നമുക്ക് വിഷാംശം അടിക്കാത്ത നല്ല ചീനമുളക് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാൻ പറ്റും. മാത്രമല്ല ഇതിന് നല്ല മഞ്ഞപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഇട്ട് വെച്ച ചെടിച്ചട്ടിയിലെ എല്ലുപൊടി അതുപോലെ തന്നെ ഈ കുമ്മായം കോഴി കാഷ്ടമൊക്കെ ഇട്ട് കൊടുത്ത് മണ്ണ് ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് എന്ത് ചെയ്യണം, നല്ല മണ്ണ് അതിന് മേലേക്ക് ഇട്ട് കൊടുക്കണം. ശരിക്കും അതിൻ്റെ മേലെ ഒന്നും കൂടി വെയിലിൽ നിന്ന് വെള്ളാരിക്കാൻ ചമ്മല പോലത്തെ കായഞ്ചല അതുപോലെ ചമ്മലൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഉഷാറായിട്ട് കുറച്ച് മണ്ണ് മാത്രം ഇട്ട് കൊടുത്ത് നനവോട് കുഴിച്ച് കൊടുക്കണം. അപ്പം ഒന്നും കൂടി ചമ്പലും കാര്യങ്ങൾ ഇട്ട് കൊടുത്ത് അതിൻ്റെ മേലെ മണ്ണിടുകയാണെങ്കിൽ ഒന്നും കൂടി വളമായിട്ട് കിട്ടും. ഒന്നുകൂടി ഉഷാറായിട്ട് വേര് ഓടാനും കാരണമാവും. നമ്മൾ ഒരു ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ എന്ത് ചെയ്യണം, എപ്പോഴും നമ്മൾ ചെടിയുടെ കടക്കിലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ഇറങ്ങാനും വലിച്ചു കുടിക്കാനൊക്കെ ഒരു ഉപകാരപ്പെടും. അല്ലെങ്കിൽ ഉറച്ചിട്ടിങ്ങനെ നിൽക്കും. അത് ഇപ്പോൾ പല വഴിയായിട്ട് എന്ത് ചെയ്യും, അത് ഒലിച്ചു പോകും. ഇതുപോലെ ഇപ്പോൾ മണ്ണിളക്കിയിട്ട് നനയ്ക്കുമ്പോൾ നന്നായിട്ട് അതിൻ്റെ വേരിലേക്ക് ഇറങ്ങുകയും ചെയ്യും. ഉഷാറായിട്ട് ചെടി വളരുകയും ചെയ്യും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ തക്കാളി ഉണ്ടായിരുന്നു. 32ഓളം തക്കാളി ഒരു തൈ ഒന്ന് കിട്ടിയ വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് 6 മാസം 5 മാസം മുന്നേ ഇതേ ചട്ടിയിൽ പാകിയതിനാണ്. അത് 4 തൈ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു തൈയിൽ നമുക്ക് തോനെ കിട്ടിയിരുന്നു. മൊത്തം 4 തൈയിൽ നിന്നാണ് ഏകദേശം 32ഓളം തക്കാളി കിട്ടിയിട്ടുള്ളത്. 2 തൈ മാത്രമേ ഇപ്പോൾ പാകുന്നുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ ഇതേപോലെ ഓരോ ഗ്രോ ബാഗിലെ ചെടിച്ചട്ടിലേക്ക് നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായി തക്കാളി ലഭിക്കും. ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് കണ്ടില്ലേ, വഴുതനങ്ങൾ തയ്യണം. അതൊക്കെ പറിച്ച് നടണം. സമയം കിട്ടാത്തതുകൊണ്ടാണ് നടാത്തത്. അപ്പോൾ വീഡിയോക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക.